എങ്ങനെയായാലും ആ ലാപ്ടോപ്പ് എബിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. അതിന് കാരണങ്ങളുമുണ്ട്. ഇതിനുള്ള ശ്രമങ്ങളാണ് നുണക്കുഴി എന്ന സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാരലായി മറ്റ് കഥകൾ, ട്രാക്കുകൾ കൂടെ വരുന്നു. ജിത്തു ജോസഫിനൊപ്പം കൂമൻ, ട്വൽത്ത് എന്നീ ചിത്രങ്ങൾക്ക് വർക്ക് ചെയ്ത, ആ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ കൃഷ്ണകുമാർ ഇത്തവണ അസോസിയേറ്റ് ചെയ്യുമ്പോൾ 80കളിലൊക്കെ നമ്മൾ കണ്ട പ്രിയദർശൻ സിനിമകളിൽ കണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നുണക്കുഴിയിൽ കൊണ്ടുവരുന്നത്. അധികം ചിന്തിക്കാനൊന്നും നിൽക്കാതെ ലൗഡായ കോമഡികളൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു രീതി. രക്ഷപ്പെടാൻ പറയുന്ന നുണകൾ പിന്നീട് പ്രശ്നമായി വരുന്നതും അതിന്റെ പിറകെയുള്ള ഓട്ടവുമാണ് ചിത്രം പറയുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ കോമഡി എന്നത് എഫക്റ്റീവായി വരണമെങ്കിൽ പ്രകടനം പ്രധാനപ്പെട്ടത് തന്നെയാണ്. നുണക്കുഴി ആ കാര്യത്തിൽ കുറെയൊക്കെ വിജയിക്കുന്നുണ്ട്. ബേസിലാണ് എബി എന്ന കഥാപാത്രമായി എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ചലഞ്ചിങ് റോൾ എന്ന നിലയിലൊന്നും ഫീൽ ചെയ്തില്ല. അതേസമയം ടൈമിംഗ് എന്നത് പ്രധാനവുമാണ്. കോമഡിയൊക്കെ രസമായിരുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ സീരിയലിലൊക്കെ കഥാപാത്രത്തിന്റെ അവസ്ഥയൊക്കെ കൺവിൻസിംഗ് ആയി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അതിൽ വിജയിക്കുന്നുണ്ട്. ബേസിലിന്റെ കഥാപാത്രങ്ങളിൽ കൊണ്ടുവരുന്ന ആ ഒരു റിലേറ്റബിലിറ്റി ഇവിടെയും വർക്കായിട്ടുമുണ്ട്. ഗ്രേസ് ആന്റണിയും നന്നായി